ദൈവത്തിൻ്റെ മക്കളെ, മുന്നോട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും കൂടുതൽ ചിന്തിച്ച് സങ്കടപ്പെടേണ്ട. മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ചുവടെങ്കിൽ ഒരു ചുവട് അത് മുന്നോട്ടേക്ക് വെക്കുക. പറയാൻ പറ്റുന്നത് ഒരു സ്തോത്രമാണെങ്കിൽ ആ സ്തോത്രം അത് ധൈര്യത്തോടെ പറയുക. യേശു കൂടെയുണ്ടെന്നുള്ള ഒരു വാക്ക് ഈ സെക്കൻഡിൽ നിനക്ക് ഉരുവിടാൻ നിന്റെ നാവിന് പ്രാപ്തി ഉണ്ടെങ്കിൽ അത് പറയുക. അത് പറയാൻ, അത് ചെയ്യാൻ, ആ ചുവട് വെക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഇതുവരെ കാണാത്ത പുതിയൊരു ദൈവപ്രവൃത്തിയുടെ പുതുലോകം ഓപ്പണാകുകയാണ്. നിങ്ങളെ വീഴ്ത്തും എന്ന വാദവുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരന്ധകാര ലോകത്തിൻ്റെ അടിവേരുകൾ അവിടെ പൊട്ടാൻ പോവുകയാണ്. ഇന്നത്തെ ദൈവിക ദൂത് ശക്തമായൊരു ആത്മീക മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ്. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ ദൈവിക ദൂതിലേക്ക്, ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് വലിയവനായ ലോകത്തിൻ്റെ രക്ഷകനായ എൻ്റെ കർത്താവായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്ത് ഏറ്റവും ക്ഷീണിതരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരല്ല, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവരാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരാണ്, ഏറ്റവും കൂടുതൽ നിരാശയോട് പോരാടുന്നവരാണ്, ഇനി എന്താകുമെന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവരാണ്. കേൾക്കൂ, ഒരു മനുഷ്യനെ ശത്രു തകർക്കുന്നത് കേവലം ഒറ്റ ദിവസം കൊണ്ടല്ല, അവൻ്റെ പ്രതീക്ഷയെ പതുക്കെ 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 ചോർത്തിക്കൊണ്ടാണ്. അവൻ്റെ സ്വപ്നങ്ങളെ കുറച്ച് കൊണ്ടുവന്ന്, വിശ്വാസത്തെ കുറച്ച് കൊണ്ടുവന്ന്, ധൈര്യത്തെ കുറച്ച് കൊണ്ടുവന്ന്, അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയെ കെടുത്തി കൊണ്ടുവന്ന്, അവൻ്റെ ഉള്ളിലുള്ള പ്രതീക്ഷകളെ ഇല്ലാതാക്കി കൊണ്ടുവന്ന്, അങ്ങനെ ഒരു ദിവസം ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടെങ്കിലും ഉള്ളിൽ മരിച്ചു പോയവനായി പോകുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ദൈവം ഒരിക്കലും ശവക്കല്ലറയിൽ മാത്രം പ്രവർത്തിക്കുന്നവനല്ല, മരണനേരങ്ങളിൽ മാത്രം വന്ന് കണ്ടിട്ട് മടങ്ങിപ്പോകുന്നൊരു കേവല സന്ദർശകനല്ല എൻ്റെ യേശു. അവൻ തകർന്ന മനസ്സുകളിലും പ്രവർത്തിക്കുന്നു, അവൻ മുറിവേറ്റ ആത്മാക്കളിലും പ്രവർത്തിക്കുന്നു. എൻ്റെ യേശു ഉപേക്ഷിക്കപ്പെട്ടവരിലും പ്രവർത്തിക്കുന്നു, എൻ്റെ യേശു പ്രതീക്ഷ നഷ്ടപ്പെട്ടവരിലും പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴെല്ലാം ശരിയാകേണ്ടതില്ല, നിനക്കെല്ലാ ഉത്തരങ്ങളും അറിയേണ്ടതില്ല, നിങ്ങൾക്ക് മുഴുവൻ വഴികളും കാണണമെന്ന് നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേണ്ടത് അടുത്ത ചുവടും മാത്രം കാണുക. ദൈവം കൂടെ ഉണ്ട് എന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടുത്ത ശ്വാസം മാത്രം എടുക്കുക. ഹല്ലേലൂയ. അടുത്ത ഒരു ദിവസം മാത്രം മുന്നോട്ടേക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ തീരുമാനിക്കുക. കാരണം മഹത്തായ വിജയങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടല്ല വരുന്നത്, അവ ചെറിയ ചുവടുവെപ്പുകളിലൂടെയാണ് രൂപപ്പെടുന്നത്. കേവലം പൂഴിമണ്ണിൽ നിന്നും ദൈവത്തിൻ്റെ കൈയൊപ്പിനാൽ ആരംഭിച്ചവരാണ് നമ്മളെല്ലാവരും. ഏതോ വലിയൊരു വ്യവസായശാലയിൽ വലിയ ശബ്ദങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ നിന്ന് ചാടി വന്നവരല്ല നമ്മളാരും. ഏതോ വലിയ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വളരെ എക്സ്പേർട്സ് ആയിരുന്ന കുറേ അധികം എൻജിനീയേഴ്സിൻ്റെ ശക്തമായ പ്രവർത്തന ഫലങ്ങളാൽ അവരുടെ വിരൽത്തുമ്പിൽ പിറവിയെടുത്ത റോബോട്ടല്ല നമ്മളാരും. പക്ഷെ നമ്മളിതെല്ലാം കൈകാര്യം ചെയ്യുന്നു. നമ്മൾ തുടങ്ങിയത് വെറും പൂഴിമണ്ണിലാണ്. ആ പൂഴിമണ്ണിൽ നമ്മുടെ സൃഷ്ടാവായ തമ്പുരാൻ്റെ കൈയൊപ്പിനാൽ ആരംഭിച്ചവരാണ് നമ്മളെല്ലാവരും. ഇതിനിടയിൽ എന്ത് പോരായ്മ ഈ ജീവിതത്തിൽ വന്നാലും നമ്മളെ മെനഞ്ഞവൻ്റെ കൈയൊപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ നമുക്കെന്ത് പോരായ്മ വന്നാലും ആ തൃക്കരം കൊണ്ടൊരു കരസ്പർശം നൽകി പിന്നെയും നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ നമ്മുടെ യേശു നിശ്ചയമായും കടന്നു വരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ സംഭവത്തിൽ ഒരു കുരുടനെ നാം കാണുന്നുണ്ട്. പെരുവഴിയിൽ നാളുകളായി യാചകനായിരുന്ന മനുഷ്യൻ, ഇവൻ ഈ കോലത്തിലാകാൻ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപവും ശാപവുമാണോ കാരണമെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ശിഷ്യന്മാരുടെ ചോദ്യവും, തുടർന്ന് നിലത്തു തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി ശിലോഹാകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവനെ സൗഖ്യത്തിനായിട്ട് പറഞ്ഞയക്കുന്ന യേശുവിൻ്റെ മഹാത്ഭുതവും നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ സംഭവം ഒരു വലിയ കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. പോരായ്മകൾ നികത്തുവാൻ കർത്താവ് ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിനൊരു നന്ദി പറയുക. അതിശക്തമായൊരു ദൈവപ്രവൃത്തി നടക്കും. അതിനു മുൻപ് ആരും വിധി പറയാൻ പാടില്ല. അതിശക്തമായൊരു ദൈവപ്രവൃത്തി സംഭവിക്കും. അതിനു മുൻപ് ആരും വിധി പറയാൻ
പാടില്ല. യോഹന്നാൻ 9 കുരുടൻ ഒരു വിചിത്രമായ അവസ്ഥയിലായിരുന്നു കാലങ്ങൾ ജീവിച്ചത്. അവന് ലോകത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ വലിയൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നു. ലോകത്തെ മാറ്റുന്ന പല മനുഷ്യന്മാരും ആദ്യം കാര്യങ്ങളെ കണ്ടത് കണ്ണുകൾ കൊണ്ടല്ല, തങ്ങളുടെ ഹൃദയം കൊണ്ടാണ്. ആദ്യം അവർ മനസ്സുകൊണ്ടാണ് കാര്യങ്ങളെ കണ്ടത്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിശാലതകളെ വിശ്വാസത്തോടെ കാണുക. ആമേൻ. അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെടുക. അവരൊക്കെയും ആദ്യം ദർശനങ്ങളോടുകൂടെ കാര്യങ്ങളെ നോക്കി കണ്ടവരാണ്. അതിനുശേഷമാണ് ലോകം അവർ കണ്ടത് കാണാൻ തുടങ്ങിയത്. നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാവിലെ നീ വിശ്വാസത്തോടെ കാണുന്നത്, ദർശനത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ഇന്ന് രാവിലെ രൂപകൽപ്പന ചെയ്യുന്നത് നാളെ ജനകോടികൾ കാണുക തന്നെ ചെയ്യും. കാരണം ദർശനങ്ങൾക്ക് അപ്രകാരമുള്ളൊരു പ്രത്യേക പവറുണ്ട്. വിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറിയാൽ ആ വിശ്വാസം സാഹചര്യങ്ങളെ അസാധാരണമായി മാറ്റും. പ്രിയപ്പെട്ടവരെ, എല്ലാ വലിയ വിജയങ്ങളുടെയും തുടക്കം ആദ്യം ഒരു നഗരം പണിയുന്നതിന് മുമ്പ് അതൊരു മനുഷ്യന്റെ മനസ്സിലാണ് ജനിക്കുന്നത്. ഒരു സർവകലാശാല ഉയരുന്നതിന് മുമ്പ് അതൊരു ദർശനമായി ജനിക്കുന്നു. ഒരു ശുശ്രൂഷ ഒരാളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനും വളരുന്നതിന് മുമ്പ് അതൊരു വെളിപ്പാടായി അവന്റെ ഹൃദയത്തിൽ ജനിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭാവി മാറുന്നതിന് മുമ്പ് അതൊരു നേതാവിന്റെ ചിന്തയിൽ ജനിക്കുന്നു. ഇതാണ് ചരിത്രത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ദർശനം ആദ്യം, യാഥാർത്ഥ്യം പിന്നീട്. ഐ റിപ്പീറ്റ്, ദർശനം ആദ്യം, യാഥാർത്ഥ്യം പുറകെ. വിശ്വാസം ആദ്യം, കാഴ്ചകൾ പിന്നാലെ. ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ ഉള്ളിൽ ഇന്ന് രാവിലെ കത്തുന്ന ദർശനം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വെളിപ്പെടുന്ന വിശ്വാസം, അത് കേവലം ഒരു മരീചികയല്ല, അത് ആയിരങ്ങൾ യാഥാർത്ഥ്യമായി സ്പർശിച്ചറിയാൻ പോകുന്ന ഒരു വസ്തുതയുടെ ആദ്യത്തെ സീഡാണ്. അതിനെ ഒരു കാരണവശാലും റിജക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വലുത് സംഭവിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാവരും ഗോലിയാത്തിനെ കണ്ടു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ദാവീദിന് മറ്റുള്ളവർ കണ്ടതല്ല കാണാൻ കഴിഞ്ഞിരുന്നത്. സാവൂൾ ഒരു ഭീഷണി കണ്ടു, പക്ഷെ ദാവീദ് ഒരു അവസരം കണ്ടു. ആമേൻ. സൈന്യം ഒരു വലിയ തടസ്സത്തെ കണ്ടു, പക്ഷെ ദാവീദ് തന്റെ ജീവിതത്തിലെ വാഗ്ദത്തം തുറക്കുന്ന ഒരു വലിയ വാതിലിനെ അവിടെ കണ്ടു. ജീവിതത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷം ഇത്ര കഴിഞ്ഞെങ്കിലും ഇന്നും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരം മനുഷ്യർ ഒരേ പ്രശ്നത്തെ കാണുന്നു. ഒരാൾ പിന്നോട്ട് പോകുന്നു, മറ്റൊരാൾ മുന്നോട്ട് പോകുന്നു. കാരണം പ്രശ്നം ഒരുപോലെയാണെങ്കിലും കാഴ്ചകൾ വ്യത്യസ്തമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ദർശനം നഷ്ടപ്പെടുത്തുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് പണമല്ല, ഊർജമാണ്. അവൻ ജീവിക്കുന്നു പക്ഷെ മുന്നോട്ട് പോകുന്നില്ല. അവൻ പ്രവർത്തിക്കുന്നു പക്ഷെ വളരുന്നില്ല. അവൻ നിലനിൽക്കുന്നു പക്ഷെ പുരോഗതി പ്രാപിക്കുന്നില്ല. ആമേൻ. ഇവിടെയാണ് അനേകം കഴിവുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് കഴിവില്ലായ്മ കൊണ്ടല്ല, ദർശനമില്ലാത്തത് കൊണ്ടാണ്. നിനക്ക് കഴിവുണ്ടെങ്കിലും, പ്രാപ്തിയുണ്ടെങ്കിലും, കലയുണ്ടെങ്കിലും, അഭിഷേകമുണ്ടെങ്കിലും എങ്ങും എത്താതെ പോകുന്നതിൻ്റെ കാരണം ദർശനത്തിൻ്റെ അപര്യാപ്തതയാണ്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഒരു അന്ധതയിലാണ്. ഹല്ലേലൂയ. യേശു ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും കുറെ മുക്കുവന്മാരെയും സാധാരണക്കാരായ കുറെ മനുഷ്യരെയും അപരിഷ്കൃതരായിരിക്കുന്ന കുറെ സമൂഹത്തിന് നടുവിൽ താഴ്ന്നു തട്ടി കിടക്കുന്ന കുറെ മനുഷ്യരെയും കണ്ടപ്പോൾ, യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു കണ്ടത് ഭാവിയിലെ നേതാക്കളെ ആയിരുന്നു. ലോകം മീൻപിടുത്തക്കാരെ കണ്ടു, ദൈവത്തിന്റെ കൃപ അപ്പോസ്തലന്മാരെ കണ്ടു. ലോകം നികുതി പിരിവുകാരനെ കണ്ടു, യേശു സുവിശേഷകനെ കണ്ടു. ലോകം കുരുടനെ കണ്ടു, പക്ഷെ യേശു ഒരു സാക്ഷ്യത്തെ കണ്ടു. ഇതാണ് ദൈവിക നേതൃത്വം. ആമേൻ. നിലവിലെ അവസ്ഥയേക്കാൾ വലിയ ഭാവി കാണുവാനുള്ള കഴിവ്. ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളുകളെ പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, അവരെല്ലാവരും ഒരു തരത്തിൽ ഭാവി കാണുന്നവരായിരുന്നു. വളർച്ച പ്രാപിച്ച മനുഷ്യർ, വലിയ വലിയ കാര്യങ്ങൾക്കായി ദൈവത്താൽ പ്രയോജനപ്പെട്ട അഭിഷക്തർ, അവരൊക്കെയും ദർശനത്തെ ഫോളോ ചെയ്തവരാണ്. അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവർ ഇപ്പോഴുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുത്തില്ല, അവർ വരാനിരിക്കുന്ന സാധ്യതകളെയും കൂടെ കണക്കിലെടുത്തു. ഈ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ വാക്ക് ഇതിങ്ങനെ ഇരിക്കൂ എന്ന് പറയുന്നതാണ്. ഈ ഒരു വാചകം അനേക സ്വപ്നങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അനേക സ്വപ്നങ്ങളുടെ കഴുത്തറുത്ത ആയുധം ഇങ്ങനത്തെ ഒരു കെട്ട വാക്കാണ്. അനേക കുടുംബങ്ങളെ ഇത് തടഞ്ഞു, അനേക ശുശ്രൂഷകളെ ഇത് നിശ്ചലമാക്കി, അനേകം ബിസിനസ്സുകളെ ഇത് അവസാനിപ്പിച്ചു. കാരണം ഈ വാക്ക് സാധ്യതകളുടെ വാതിൽ അടച്ചു കളയുകയായിരുന്നു. വിശാലതകളുടെ വാതിലുകൾക്ക് അത് താഴിട്ട് പൂട്ടുകയായിരുന്നു. യോഹന്നാൻ 9 ഈ കുരുടൻ, അവൻ തൻ്റെ ജീവിതം മുഴുവൻ ഇതേ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ യേശു അവനെ കണ്ടപ്പോൾ അവൻ്റെ ചരിത്രം നോക്കിയില്ല, അവൻ്റെ ഭാവിയെ യേശു അവനിൽ കണ്ടു. ഇതാണ് കൃപയുടെ ഒരു പ്രത്യേക സ്വഭാവം. മനുഷ്യർ നിങ്ങളിലുള്ള ചരിത്രം വായിക്കും, ദൈവം നിങ്ങളിലുള്ള സാധ്യതകളെ തുറക്കും. ആമേൻ. ഒന്നുകൂടെ ഞാനിത് പറയട്ടെ,
പറയട്ടെ, മനുഷ്യർ നിങ്ങളുടെ ചരിത്രത്തെ വായിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ദൈവം നിങ്ങളുടെ സാധ്യതകളെ, അനന്ത സാധ്യതകളെ വായിക്കും. അവിടുന്ന് അത് തുറക്കും. മനുഷ്യർ നിങ്ങളുടെ പരാജയങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കും, പക്ഷേ ദൈവം നിന്റെ ഭാവിയുടെ മികവുകളെ രൂപപ്പെടുത്തും. നിങ്ങൾ ഇന്ന് നിശ്ചയമായും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ സ്ഥിരമായൊരു തിരിച്ചറിയൽ രേഖയല്ല. ഇന്ന് നിങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉത്തരം ഒരു വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ എവിടേക്ക് പോകാമെന്നത്, അതാണ് ദർശനം. നിങ്ങളിപ്പോൾ എവിടെ വരെ ആയിരിക്കുന്നു എന്നുള്ളത് വസ്തുത, അതല്ല നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങൾക്ക് എവിടെ വരെ എത്താൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന ആശയം, നിങ്ങൾ നൽകുന്ന ആൻസർ, ദാറ്റ് ഈസ് യുവർ വിഷൻ. അതാണ് ദർശനം, അതാണ് കാഴ്ച. ഇന്ന് രാവിലെ യേശു നിന്റെ കണ്ണിൽ പുതിയ ലേപം പുരട്ടുന്നത്, തൻ്റെ തുപ്പലിനാൽ താൻ ചേറുകുഴിച്ച ഈ മണ്ണിൽ നിങ്ങൾക്കൊരു പുതിയ സ്പർശനാനുഗ്രഹം നൽകുന്നത് ഈ സാധ്യതയിലേക്ക് മിഴി തുറക്കാനാണ്, ഈ സാധ്യതയിലേക്ക് ജീവിതം ചെന്നെത്തേണ്ടതിന് വേണ്ടിയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, വസ്തുതകളും സാധ്യതകളും ഒരുപോലെയല്ല. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങളുടെ വസ്തുത, പക്ഷെ നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി, നിങ്ങളുടെ സാധ്യത അതിതല്ല. താങ്ക് യു ജീസസ്. ഇന്ന് ലോകത്ത് 4 തരം മനുഷ്യരുണ്ട്. 4 തരം മനുഷ്യർ. ഈ കഴിഞ്ഞ എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഞാൻ ശരിക്കും വ്യക്തികളെ പഠിച്ചൊരു ദൈവദാസനാണ്. എന്നോട് സംസാരിച്ച ആൾക്കാരെ ഞാൻ ക്രോഡീകരിച്ച് നോക്കിയപ്പോൾ അതിലെനിക്ക് ഒന്നാമതായി കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളെ മാത്രം കാണുന്നവരാണ്. അവർ എല്ലായ്പ്പോഴും പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും മുന്നോട്ടേക്ക് എത്ര പ്രോത്സാഹനം കൊടുത്താലും വരാൻ താല്പര്യമില്ല, ഭയമാണ്. അങ്ങനെയുള്ളവരെ ഉന്തിത്തള്ളി നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കൂട്ടർ അവസരം മാത്രം കാണുന്നവരാണ്. അവർ പലപ്പോഴും യാഥാർത്ഥ്യത്തെ അവഗണിക്കും. മൂന്നാമത്തെ ആൾക്കാർ പ്രശ്നങ്ങളെയും അവസരങ്ങളെയും കാണുന്നവരാണ്. അവർ വളരും. ദൈവത്തിൻ്റെ മക്കളെ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ ഞാൻ 4ാമതൊരു കാറ്റഗറിയെ കണ്ടിട്ടുണ്ട്. അവരാണ് ശുശ്രൂഷാ രംഗത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പ്രോത്സാഹനം, ദൈവപ്രവൃത്തികൾ, മികവാർന്ന വാഗ്ദത്ത നിവൃത്തികൾ, അതിനെ പോയി തൊട്ടേക്കുന്നവർ ഈ 4ാമത്തെ കൂട്ടരാണ്. അവർ ദൈവം തങ്ങളെക്കുറിച്ച് കാണാൻ പഠിക്കുന്നവരാണ്. അവർ ചരിത്രത്തെ മാറ്റും. ദൈവം നിങ്ങളെക്കുറിച്ച് കാണാൻ നീ എന്ന് പഠിക്കുമോ, അന്ന് നിന്റെ ചരിത്രം മാറും, അന്ന് നിന്റെ ദാരിദ്ര്യം മാറും, അന്ന് നിന്റെ സ്ഥിതി മാറും, അന്ന് നിന്റെ സംസാര ശൈലി മാറും. അതുവരെ നിന്നെക്കുറിച്ചുള്ള ലേബലുകളെല്ലാം നീ വലിച്ചു കീറി ദൂരോട്ട് കളയും. ദൈവം നിന്നെക്കുറിച്ച് പറയുന്നതായി തീരാനുള്ള ഒരു വലിയ ശക്തിയോടുകൂടെ നിങ്ങൾ അങ്ങോട്ട് എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ മക്കളെ, പലരും വിജയങ്ങൾ അന്വേഷിക്കുന്നത് പുറത്താണ്, പക്ഷെ വിജയത്തിൻ്റെ വേരുകൾ അകത്താണ്. ദൈവം എന്നെക്കുറിച്ച് കാണാൻ ഞാൻ കണ്ണു തുറക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തോൽവി ആരംഭിക്കുമ്പോൾ പുറത്തെ വിജയങ്ങൾ അവനെ രക്ഷിക്കുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിരാശ പ്രവർത്തിക്കുമ്പോൾ പുറത്തെ സാധ്യതകൾ അവനെ ഒരിക്കലും സഹായിക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തകർച്ച കയറി വരുമ്പോൾ, ആത്മഹത്യാ പ്രേരണയോ ദുഃഖമോ കയറി വരുമ്പോൾ പുറത്തുള്ള ഒരു സുഖ സൗകര്യങ്ങളും അവനെ രക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് സെലിബ്രിറ്റികൾ ആത്മഹത്യ ചെയ്യുന്നത്, പണമുള്ളവർ ജീവിതം അവസാനിപ്പിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ വിജയത്തിന്റെ ശക്തി അത് ഉള്ളിലാണ്. ദൈവം എന്നെ കാണുന്നത് പോലെ ഞാൻ എന്നെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഏത് തിരമാലയ്ക്ക് നേരെയും ഞാൻ മോശയെ പോലെ ദൈവകൃപയുടെ വടിയെടുത്ത് നീട്ടുന്ന ഈ യുഗത്തിന്റെ അത്ഭുത ദൈവ മനുഷ്യനായി മാറും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവത്താൽ എനിക്കൊരു യാത്രയുടെ പുതിയ ഊഴമുണ്ടെന്നുള്ളതായ തിരിച്ചറിവ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രത്യാശ ജീവിച്ചിരിക്കുമ്പോൾ പുറത്തെ പ്രതിസന്ധികൾ അവനെ തോൽപ്പിക്കുകയില്ല. നിങ്ങളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ചില ശക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെന്തോ ആയിത്തീർന്നു എന്നതിൻ്റെ പേരിൽ ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ള നിലയിൽ താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരുടെ വേഗതയുമായി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ താരതമ്യം ചെയ്യരുത്. ദൈവം എല്ലാവരെയും ഒരേ സമയക്രമത്തിലല്ല നിർമ്മിച്ചിട്ടുള്ളത്. ദൈവം എല്ലാവരുടെയും സ്പീഡ് ഒരേ അളവിലല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. ചില മരങ്ങൾ 3 വർഷം കൊണ്ട് വളർന്നങ്ങ് പൊന്തും, എന്നാൽ ചിലത് 30 വർഷം കൊണ്ടേ വളരുകയുള്ളൂ. പക്ഷേ രണ്ടിൻ്റെയും ലക്ഷ്യം വ്യത്യസ്തമാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിക്കണം. കർത്താവേ, ഞാനിപ്പോൾ കാണുന്നത് കൃത്യമായ കാഴ്ചയാണോ? ദൈവമേ, എന്താണ് ഞാൻ കാണേണ്ടത്? ഞാൻ കാണുന്നത് കൃത്യമാണോ? ആമേൻ. ദൈവമേ, അങ്ങ് എന്നെക്കുറിച്ച് കാണുന്ന കാര്യവും ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൻ്റെയും ഇടയിലെ ഈ ദൂരം ഞാൻ കൃത്യമായ ട്രാക്കിലാണോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കും. കുരുടൻ്റെ മുമ്പിലെ ഒരു വലിയ രഹസ്യം കൂടെ പറയാം.
ഈ ഒരു സംഭവത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു കുരുടനെ കണ്ടു, യേശു അവനോട് സംസാരിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു വിചിത്രമായ കാര്യം കർത്താവ് ചെയ്യുന്നു. യേശു മണ്ണെടുക്കുന്നു, തുപ്പലുമായി കലർത്തുന്നു, പിന്നെ കണ്ണുകളിൽ പുരട്ടുന്നു. ഇത് വെറും സൗഖ്യത്തിൻ്റെ രീതിയല്ല. ഉൽപ്പത്തി മുതൽ മറഞ്ഞു കിടന്ന ഒരു സൃഷ്ടി രഹസ്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ പറഞ്ഞു, ദൈവം പുറകോട്ട് പോയി. യേശു അവൻ്റെ ഫയല് തുറക്കാൻ പുറകോട്ടേക്ക് യാത്ര ചെയ്തു. എവിടെ വരെ? അബ്രഹാം വരെയല്ല, നോഹ വരെയല്ല. യേശു ആ കുരുടൻ്റെ കണ്ണ് തുറക്കാൻ ആദാമിൻ്റെ ഫയല് വരെ കർത്താവ് പോയി റീഓപ്പൺ ചെയ്തു. ഫസ്റ്റ് DNA പോയി കർത്താവ് തൊടുകയാണ്. ആ മനുഷ്യൻ്റെ കണ്ണിൽ യേശുവിൻ്റെ വിരൽ പതിയുമ്പോൾ സൃഷ്ടി രഹസ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് അവിടെ ഉടലെടുക്കുന്നത്. മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ ആ സൃഷ്ടാവ് പിന്നെയും മണ്ണിനെ ഉപയോഗിക്കുന്നു. യേശു തൻ്റെ ദൈവത്വം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ കേവലം ഒരു രോഗസൗഖ്യം മാത്രമല്ല നടക്കുന്നത്, ഒരു പുതിയ സൃഷ്ടിയുടെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. സ്നേഹിതരെ, വഴിയിലിരുന്ന ആ മനുഷ്യനെ എല്ലാവരും പലവട്ടം കണ്ടിട്ടുണ്ട്. കണ്ണില്ലാത്തവനെയല്ല, കാണപ്പെടാത്തവനെ, ഒന്നും കാണപ്പെടാതിരിക്കുന്നവനെ. ഇന്ന് ഞാൻ ഈ ശുശ്രൂഷിക്കുമ്പോൾ ഞാനും കാണുന്നുണ്ട് അങ്ങനെ കുറേ മനുഷ്യരെ. കണ്ണില്ലാത്തവരെയല്ല, തുറന്ന കണ്ണുകൾ കൊണ്ട് കാണേണ്ട പലതും കാണാതെ പോകുന്നവരെ. ഈ ലോകം അന്ധന്മാരെക്കാൾ അവഗണിക്കപ്പെട്ടവരെയാണ് കൂടുതൽ ഇരുട്ടിലാക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു സ്നേഹിതരുടെ കൂടെ ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ, 80 വയസ്സിനോട് പ്രായമുള്ള ഒരു അമ്മ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുഞ്ഞുമുണ്ട്. ഞങ്ങൾ അവരെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി എന്നോട് എൻ്റെ ആ സ്നേഹിതൻ പറഞ്ഞു, എന്നാലും ആ കുഞ്ഞിന് കാണാൻ കഴിയുന്നില്ലല്ലോ. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര വായനയുമാണ്. ഞാൻ ചോദിച്ചു, ഇതിൽ ആരെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ അമ്മച്ചിയെ തന്നെ. ഞാൻ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ നിനക്ക് മോട്ടിവേഷനായിട്ട് തോന്നിയില്ല? അയ്യോ, ആ കുഞ്ഞിൻ്റെ കണ്ണ് കാണത്തില്ലല്ലോ. 80-ാം വയസ്സിൽ വായിക്കുന്ന അമ്മയല്ലേ നമുക്കൊരു മോട്ടിവേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ചോദിച്ചു, നീ പുസ്തകം വായിക്കാറുണ്ടോ? ഇല്ല. ആ വീട്ടിലെ കണ്ണ് കാണാത്ത കുഞ്ഞും കണ്ണുണ്ടായിട്ടും പുസ്തകം വായിക്കാത്ത നീയും തമ്മിൽ എന്താ വ്യത്യാസം? കണ്ണുണ്ടെങ്കിലും ഒരുപാട് പേർ അന്ധന്മാരായിരിക്കുന്നു. ചെറിയ കാഴ്ചയിലും ഒരുപാട് പേർ തങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന വെളിച്ചത്തെ ഇന്നും തിരയുന്നു. കുരുടൻ ജനിച്ചപ്പോൾ അമ്മയുടെ നെഞ്ചിൽ നിന്നും ആദ്യം വീണത് പാലല്ല, ഒരു ചോദ്യമായിരുന്നു. എന്തിനാണിങ്ങനെ? കണ്ണില്ലാത്തൊരു കുഞ്ഞിന് ഞാൻ എന്തിനാണ് പാലൂട്ടുന്നത്? അച്ഛൻ്റെ ഹൃദയത്തിൽ കയറിയത് സന്തോഷമല്ല, മൗനമായൊരു വേദനയായിരുന്നു. കുഞ്ഞുണ്ടായതിൻ്റെ ആഹ്ലാദങ്ങൾ ദേശത്തെങ്ങും മലതല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു മരണ ദുഃഖമാണ് പടർന്നിരിക്കുന്നത്. കാഴ്ചയില്ലാത്തൊരു തലമുറ. വർഷങ്ങളോളം ആ മകൻ ഇരുളുമായി സംസാരിച്ചു. പക്ഷേ ഇരുട്ടിന് മറുപടി പറയാൻ അറിയില്ലല്ലോ, ബന്ധിക്കാനല്ലേ അറിയൂ. ഒരു ദിവസം ജനക്കൂട്ടം വന്നു. അവൻ്റെ മുമ്പിൽ പല പല ചോദ്യങ്ങൾ അവർ ഉയർത്തി. പഴയ ചോദ്യങ്ങൾ, മരിക്കാത്ത ചോദ്യങ്ങൾ. ആരാണ് തെറ്റുകാരൻ? ഇതിങ്ങനെ ഓരോ തലമുറയുടെയും ഓരോ സീസണിൻ്റെ നടുവിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ദൈവശാസ്ത്ര നിപുണന്മാരായിത്തീരുന്ന ശാസ്ത്രികളുടെ കൂട്ടത്തിലെ ഓരോ യുവാക്കളും ഉദയം ചെയ്ത് വരുമ്പോൾ അവർ ഈ ചോദ്യം ഈ മനുഷ്യനെ കാണുമ്പോൾ ചോദിക്കും, ഇവനോ ഇവൻ്റെ പൂർവികരോ ഈ തെറ്റ് ചെയ്തത്? മനുഷ്യൻ്റെ മുറിവ് കണ്ടാൽ അത് വെച്ച് കെട്ടുന്നതിന് പകരം കുറ്റമന്വേഷിക്കാനാണ് ലോകം എപ്പോഴും തത്രപ്പെടുന്നത്. ഈ ചോദ്യങ്ങളുടെയും വിചാരണകളുടെയും നടുവിലാണ് നസ്രായൻ കടന്നു വരുന്നത്, എൻ്റെ യേശു കടന്നു വരുന്നത്. യേശു ചോദ്യം കേട്ടു. പക്ഷേ ചോദ്യത്തിന് അവൻ ഉള്ളിലെ മറുപടികൾ എടുക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ഉള്ളിലെ വേദനയെ അവൻ കണ്ടു. യേശു മണ്ണെടുത്തു, തുപ്പൽ ചേർത്തു, ചെളിയാക്കി അത് കണ്ണിൽ പുരട്ടി. യേശു മനുഷ്യൻ്റെ മുമ്പിലേക്ക് വന്നു, മണ്ണെടുത്തു, തുപ്പൽ ചേർത്തു, ചെളിയാക്കി അതവൻ്റെ കണ്ണിൽ പുരട്ടി. ആ നിമിഷം ഭൂമി ചിരിച്ചിട്ടുണ്ടാകണം. കാരണം മനുഷ്യനെ ഉണ്ടാക്കിയ മണ്ണ്, മനുഷ്യനെ സൃഷ്ടിച്ച കരങ്ങൾ, അത് വീണ്ടും സൃഷ്ടി ദൗത്യവുമായി മുന്നോട്ടേക്ക് നീങ്ങുന്നു. അവസാനം ഒരു വാക്ക്, പോയി കഴുകുക. അത്രമാത്രം. വലിയ പ്രസംഗമില്ല, വലിയ പ്രകടനമില്ല, വലിയ ശുശ്രൂഷകളൊന്നുമില്ല. ഒറ്റ വാക്ക് മാത്രം. നിൻ്റെ ജീവിതം മാറാൻ ഇടിവെട്ടുമൊന്നുമില്ല, ഭൂമി കുലുങ്ങത്തൊന്നുമില്ല, പ്രളയമൊന്നും കയറി വരത്തൊന്നുമില്ല, കടലിൽ ചിലപ്പോൾ പിളരണമൊന്നുമില്ല. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ ജീവിത പരിസരത്തിൻ്റെ തൊട്ടരികത്ത് വന്നിരുന്ന് ദൈവം തമ്പുരാൻ ചെയ്യും. അത് ഒരു യുഗം അത്രയും അന്ധമായി പോയ ജീവിതത്തിൻ്റെ അത്ഭുതവാതിലിനെ നിൻ്റെ കണ്ണുകളിൽ തുറന്നു തരും. കുരുടൻ നടന്നു, ഇരുളിൽ നിന്ന് പ്രകാശം കാണാതെ. പക്ഷേ തൻ്റെ മുമ്പിൽ വന്ന് പോയി കഴുകുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമായ ജീവൻ്റെ പ്രകാശമായ യേശുവിനെ വിശ്വസിച്ചവൻ നടന്നു. ചില യാത്രകൾ അങ്ങനെയാണ്.
കാണുന്നത് കൊണ്ടല്ല നടക്കുന്നത്, വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഒരു കൂട്ടം അപ്പോസ്തലന്മാർ നിന്നിട്ട് പറയുന്നു, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നു. ഹല്ലേലൂയ. ജലം മുഖത്തേക്ക് വന്ന് വീഴുമ്പോൾ കണ്ണ് തുറന്നത് അവൻ്റേത് മാത്രമായിരുന്നില്ല. എന്തുകൊണ്ട് ഇവനെ ഗതി വന്നു എന്ന് ചോദിക്കുന്ന ഒരു ലോകത്തിൻ്റെ കണ്ണുകൾ കൂടെ അല്പം അവിടെ തുറന്നിട്ടുണ്ടാകണം. ഇന്നും എത്രയോ മനുഷ്യർ വഴിയരികിലിരിക്കുന്നു, കണ്ണുകൾ തുറന്നിട്ടും പ്രതീക്ഷ കാണാത്തവർ, ഹൃദയം ഇടിച്ചിട്ടും ജീവിതത്തെ കേൾക്കാത്തവർ. അവരോട് യേശു എന്നും പറയുന്നു, നിൻ്റെ ഇരുട്ട് നിൻ്റെ അവസാനമല്ല, നിൻ്റെ മുറിവ് നിൻ്റെ പേരല്ല. ആളുകൾ ചെളിയെന്ന് വിളിക്കുന്നത് പോലും ഞാനൊരു അത്ഭുതം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിഗൂഢതയാണ്. കാരണം യേശുവിൻ്റെ കയ്യിൽ ചെളി പോലും വെളിച്ചമാകുന്നു. യേശുവിൻ്റെ കയ്യിൽ കണ്ണീര് പോലും സാക്ഷ്യമാകുന്നു. യേശുവിൻ്റെ മുമ്പിൽ ഇരുട്ടുപോലും പുതിയ പ്രഭാതത്തിൻ്റെ മേൽവിലാസമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ കേട്ടിരിക്കുന്ന ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ഞങ്ങളോട് ഇടപെടുന്ന ഈ ദൈവിക ദൂതുകളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു പുരോഗതിക്കായി ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മുറിവുകളല്ല ഞങ്ങളുടെ മേൽവിലാസം, ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഞങ്ങളുടെ അഡ്രസ്സ്. ഇത് മാറും. വനാന്തരങ്ങളിലെ ഇടയനല്ല എൻ്റെ അഡ്രസ്സ്. ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ നനവേറ്റ് പുതിയൊരു ജീവിത ബാന്ധാവിലേക്ക് രൂപാന്തരപ്പെടുന്നൊരു സമയമുണ്ടെന്നുള്ളതായ ബോധ്യം കർത്താവെ ദാവീദ് പ്രാപിച്ചതുപോലെ, മോശ പ്രാപിച്ചതുപോലെ, ആമോസ് പ്രാപിച്ചതുപോലെ ജീവിതത്തിൻ്റെ വന്യമായ ചില അവസ്ഥകളിൽ നിന്നും, ഇരുണ്ട ചില അവസ്ഥകളിൽ നിന്നും പുതിയൊരു ഉദയശോഭയിലേക്ക് ഞങ്ങളുടെ ലൈഫിനെ കർത്താവ് ടേൺ ചെയ്യിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ദൂതിന് മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇത് സന്തോഷത്തിൻ്റെയും അത്ഭുത സമാധാനത്തിൻ്റെയും ദിവസമാകട്ടെ. ഹല്ലേലൂയ. വഴിത്തിരിവുകൾ സംഭവിപ്പിക്കാൻ യേശു ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ഞങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരുപാട് പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് പ്രവചനദൂതിൻ്റെ ഓരോ അധ്യായങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഓടിക്കേറി എന്തോ പറഞ്ഞിട്ട് പോകുന്നൊരു പരിപാടിയല്ലത്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമയം ധാരാളം ചെലവഴിച്ചാണ് ഓരോ അരുളപ്പാടും സ്വീകരിക്കുന്നത്. അതുകൊണ്ടിത് ലോകം അത്രയും എത്തിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. ഇതിനാൽ അനുഗ്രഹീതരാകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. എന്നോടുകൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ കയ്യൊപ്പും വേണം. മറ്റുള്ളവരുടെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് കർത്താവിൻ്റെ കരത്തിലെ ചെയറാകാം. ദൈവം നമ്മളെക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കട്ടെ. മറ്റുള്ളവർക്കിത് പങ്കുവെക്കുക, ഭൂമിയുടെ അറ്റത്തോളം ഇത് എത്തിക്കുവാനുള്ള ദൗത്യത്തിൽ പങ്കുചേരുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഇത് പരിചയപ്പെടുത്തുക. കർത്താവായ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഇതിനാൽ സകല മഹത്വവും എൻ്റെ കർത്താവായ യേശുവിന് അർപ്പിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടക്കുന്നു. എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് പ്രയറും ശനിയാഴ്ചകളിൽ വിശുദ്ധ ജലസ്നാന ശുശ്രൂഷകളും നടക്കുന്നു. ധാരാളം പേർ കർത്താവിനായി ജീവിതം സമർപ്പിക്കുന്ന ഒരാത്മീക കൊയ്ത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. നിങ്ങളെ ഇതിനോടുകൂടെ ചേർന്ന് സഞ്ചരിക്കുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ലോകമെമ്പാടും കർത്താവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും പകരപ്പെടുമാറാകട്ടെ. ധാരാളമായി ദൈവകൃപ നിങ്ങളുടെ മേൽ വർദ്ധിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും യേശുനാഥൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.